നമസ്കാരം. എസ് ബി ജേണലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ രമേശ് ജി കേരളത്തിൽ അടിച്ച് തൂഫാനാവുകയാണ്, അടിച്ച് കയറി വരികയാണ്. കാരണം കേരളത്തിലെ ജനങ്ങൾ ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത വിധം ഇവിടെ നമുക്ക് കേരളത്തിൽ എന്താ നടപ്പിലായിക്കൊണ്ടിരിക്കുന്നത്? തൂഫാൻ നടപ്പിലായിക്കൊണ്ടിരിക്കുകയാണ്. എന്താ നർക്കോട്ടിക് ഹണ്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് കേരളത്തിൻ്റെ ചരിത്രത്തിലാദ്യമായി കേരളത്തിലെ എല്ലാ ജനങ്ങളെയും അല്ലെങ്കിൽ കേരളത്തിലെ നമ്മുടെ യുവതലമുറയെ വഴിതെറ്റിച്ചുകൊണ്ടിരിക്കുന്ന മാരകമായ ലഹരിയിൽ നിന്ന് അവരെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് നടത്തുന്ന അശ്രാന്ത പരിശ്രമം കൈയടിച്ചു കൊടുത്തേ മതിയാകൂ. കാരണം ഇവിടെ ഏറ്റവും മികച്ച രീതിയിൽ അല്ലെങ്കിൽ അതൊരു ആവശ്യത്തിൻ്റെ ഭാഗമാണ്. തലമുറയും കാലഘട്ടവും ആവശ്യപ്പെടുന്ന ഒന്ന് തന്നെയാണ് നമ്മുടെ നാട്ടിലെ ലഹരി ഉപയോഗത്തിൻ്റെ തോത് അല്ലെങ്കിൽ അളവ് കുറയ്ക്കുക എന്നുള്ളത്. അക്കാര്യത്തിൽ നമ്മൾ രമേശ് ചെന്നിത്തല ജിക്കൊപ്പം തന്നെ നിൽക്കുന്നുണ്ട്. പക്ഷേ ഈ പറയുന്ന രമേശ് ചെന്നിത്തല ജിയെ എല്ലാവരും എടുത്ത് വാഴ്ത്തിപ്പാടുന്നുണ്ടല്ലോ. രമേശ് ചെന്നിത്തല ഇല്ലായിരുന്നെങ്കിൽ കേരളത്തിൽ ലഹരി മാഫിയ കടന്നങ്ങ് വിളഞ്ഞ് നടനമാടിയേനെ എന്ന് പറയാറുണ്ടല്ലോ. പലരും അദ്ദേഹത്തിൻ്റെ ആ വീഡിയോയ്ക്ക് താഴെ വന്ന് ഭയങ്കരമായ കമൻറ്റുകളും രേഖപ്പെടുത്തുന്നുണ്ട്. രമേശ് ചെന്നിത്തല ഇല്ലായിരുന്നെങ്കിൽ രമേശ് ചെന്നിത്തല ഇങ്ങനെ തന്നെ ആവണം, ആഭ്യന്തര വകുപ്പ് ഇങ്ങനെ ആകേണ്ടതുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ വായിൽ അങ്ങ് വിളിച്ച് പറയുകയും ചെയ്യുന്നുണ്ട്. പലരും കമൻറ്റ് രേഖപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. കഴിഞ്ഞുപോയ സർക്കാരിനെ ഒന്നിനും കൊള്ളില്ലായിരുന്നു. കഴിഞ്ഞുപോയ സർക്കാരിനെ കൊണ്ട് ലഹരിക്കെതിരായി ഒരു ചെറുവിരൽ പോലും അനക്കാൻ കഴിഞ്ഞിട്ടില്ല. കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് കേരള ലഹരിയിൽ മുങ്ങിക്കിടക്കുകയായിരുന്നു, ആറാടുകയായിരുന്നു, എന്നൊക്കെ പറയുന്ന നിരവധി കമൻറ്റുകൾ നമുക്ക് കാണാൻ സാധിക്കും. അത് കാരണം രമേശ് ചെന്നിത്തല എന്ന് പറയുന്ന ശക്തനായ കരുത്തനായ ആഭ്യന്തര വകുപ്പ് മന്ത്രി ഉണ്ടായതുകൊണ്ടാണ് കേരളത്തിൽ ഇത്രയും വലിയ തൂഫാൻ അല്ലെങ്കിൽ ഇത്രയും വലിയ ലഹരി വേട്ട നടക്കുന്നത് എന്ന് എല്ലാവരും കരുതുന്നുണ്ട്. എന്നാൽ വാസ്തവം അതാണോ? കേരളത്തിൽ രമേശ് ചെന്നിത്തലയാണോ ആദ്യമായി ഇവിടെ ലഹരി വേട്ട നടത്തിക്കൊണ്ടിരിക്കുന്നത്? എന്നാലല്ല. കഴിഞ്ഞുപോയ ഒരു സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ നമ്മുടെ കേരളത്തിൽ പിടിക്കപ്പെട്ട അല്ലെങ്കിൽ കേസെടുത്തിട്ടുള്ളത് 1,26,855 കേസുകളാണ് കഴിഞ്ഞുപോയ സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ ഇവിടെ കേരളത്തിൽ എടുത്തിട്ടുള്ളത്. 1,26,855 കേസുകൾ. അപ്പോൾ ഇതുവരെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ നമ്മുടെ സംസ്ഥാനത്ത് തൂഫാൻ പ്രകാരം നമ്മുടെ സംസ്ഥാനത്ത് എടുത്ത കേസുകൾ 2,575 ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടന്നിരിക്കുന്ന അറസ്റ്റുകൾ 2,778 അറസ്റ്റുകൾ ഇതുവരെ തൂഫാനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു മാസത്തിനകത്ത് എടുത്തു. നല്ല കാര്യമാണ്. അതൊരു പക്ഷേ കേരളത്തിലെ ജനങ്ങൾ അറിയേണ്ട ഒരു കാര്യം തന്നെയാണ്. കേരളത്തിലെ ചെറുപ്പക്കാരുടെ മനസ്സിനെ അല്ലെങ്കിൽ കേരളത്തിലെ ചെറുപ്പക്കാരുടെ തലച്ചോറിനെ നശിപ്പിക്കുന്ന ഇത്തരം പ്രവണതകൾ അവസാനിക്കപ്പെടേണ്ടത് തന്നെയാണ്. പക്ഷേ അത് അവിടെ മാത്രമായിരുന്നു ശരിയെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കേരളത്തിൽ കഴിഞ്ഞുപോയ സർക്കാർ എടുത്തിരിക്കുന്ന LDF സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ 1,26,855 കേസുകൾ എടുത്തിട്ടുണ്ട്. അതിൽ 1,11,540 അറസ്റ്റുകൾ രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ വെറുതെ ആയിരുന്നില്ല എന്ന് നമ്മൾ മനസ്സിലായിക്കോ. അപ്പോൾ ഇടത് സർക്കാരിൻ്റെ കാലഘട്ടത്തിലും ഈ പറയുന്ന പോലെ 2016 മുതൽ 2021 വരെയുള്ള കാലഘട്ടത്തിൽ ഏകദേശം 32,077 കേസുകൾ വരെ ഇവിടെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്, രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ നിരവധി കാര്യങ്ങൾ നമ്മൾ നോക്കിക്കോളൂ. 2016 മുതൽ 2023 വരെയുള്ള കാലഘട്ടത്തിൽ എടുത്തിരിക്കുന്ന ഓരോ വർഷവും പറഞ്ഞുതരാം. 2016 5,924 കേസുകൾ, 2019 9,245 കേസുകൾ, 2020 അല്പം കുറഞ്ഞിട്ടുണ്ട്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ അന്ന് കോവിഡും അതുമായി ബന്ധപ്പെട്ട് ലോക്ക്ഡൗണും ഒക്കെ വന്നിരുന്നതുകൊണ്ട് അന്ന് 4,968 കേസുകൾ മാത്രമാണ് രജിസ്റ്റർ ചെയ്യുന്നത്. എന്നാൽ 2022 എത്തിയപ്പോൾ വലിയ തോതിൽ വർധനവുണ്ടാകുന്നു. 26,619 കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെടുന്നു. പിന്നീട് 23 എത്തിയപ്പോൾ 30,697 കേസുകൾ ഇവിടെ എടുത്തിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതായത് LDF സർക്കാർ മിണ്ടാതിരിക്കുകയായിരുന്നില്ല ലഹരിക്കെതിരെ എന്നുള്ളതാണ് പറഞ്ഞു വരുന്നത്. ഇനി നോക്കിക്കോളൂ. ഇനി കൺവിക്ഷൻ റേറ്റ് നോക്കാം. ഇനി പിടിക്കുന്ന കേസുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് അന്ന് LDF സർക്കാർ ഓപ്പറേഷൻ ഡി ഹണ്ട് എന്ന് പറയുന്ന രീതിയിലായിരുന്നു കേസുകൾ എടുത്തിരുന്നത്. പിന്നീട് അതിനുശേഷം യോദ്ധാവ് എന്നുള്ള പേരിൽ കേരളത്തിൽ ലഹരിക്കെതിരായി പോരാട്ടം ഇടതുപക്ഷ സർക്കാർ നടത്തിയിട്ടുണ്ടായിരുന്നു. ഇപ്പം തൂഫാൻ മാത്രമല്ല എന്ന് പറഞ്ഞു വരികയാണ്. പിന്നെ കൊള്ളാവുന്നൊരു പേരാ തൂഫാൻ. പിന്നീട് 2021 ഇനി കേരളത്തിലെ കൺവിക്ഷൻ റേറ്റ് നമുക്ക് നോക്കാം. കൺവിക്ഷൻ റേറ്റിലേക്ക് എത്തുമ്പോൾ 2021 98.9% കൺവിക്ഷൻ റേറ്റ് വരുന്നത്. അതോടൊപ്പം തന്നെ 22 99.4% കൺവിക്ഷൻ റേറ്റ് വരുന്നു.
2023 എത്തുമ്പോൾ 98.34% കൺവിക്ഷൻ റേറ്റ്. 2024 എത്തുമ്പോൾ 96.5% കൺവിക്ഷൻ റേറ്റിലേക്ക് വരുന്നു. അതായത് എടുക്കുന്ന കേസുകളിൽ ശിക്ഷിക്കപ്പെടുന്ന, അതായത് നാർക്കോട്ടിക് കേസുകളിൽ ശിക്ഷിക്കപ്പെടുന്നവർ ഏകദേശം 100%-ഓളം ആളുകളെയും എന്ന് തന്നെ പറയേണ്ടി വരും. അല്ലെങ്കിൽ ഒരു 96%-99%-ഓളം വരുന്ന ആളുകളെയും കേരളത്തിൽ ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് വാസ്തവം നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ നമ്മളിപ്പോൾ കൊടുമ്പിരി കൊണ്ട് പലരും കമൻറ്റ് ചെയ്യുന്ന കേട്ട് കഴിഞ്ഞാൽ തോന്നുന്നു പിണറായി വിജയൻ കഴിഞ്ഞു പോയ LDF സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ ഇവിടുത്തെ എക്സൈസും പോലീസും ഒക്കെ തുരുമ്പെടുത്തിരിക്കുകയായിരുന്നു എന്നായിരിക്കും തോന്നുന്നത്. ഇനിയും വേറെ ചില കാര്യങ്ങൾ കൂടി പറഞ്ഞുതരാം. ഇനി ഇവിടെ മാത്രമാണോ നിൽക്കുന്നത്? അല്ല, വിദേശ ലഹരി തലവന്മാരുടെയും അന്യസംസ്ഥാന പ്രതികളുടെയും അറസ്റ്റുകൾ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട് നമ്മുടെ കേരളത്തിൽ. പ്രതികളുടെ ഔദ്യോഗിക കണക്കുകൾ പ്രകാരം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ 70-ലധികം അന്യസംസ്ഥാന ലഹരി കടത്തുകാരെ പോലീസ് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ പ്രത്യേകിച്ച് നൈജീരിയയിൽ നിന്നെത്തിയ ചില ആൾക്കാർ കൂടി ആ കൂട്ടത്തിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. പിന്നെ അത് മറ്റ് സംസ്ഥാനങ്ങളിൽ, നമ്മുടെ കേരളത്തിൽ നിന്നുള്ള നമ്മുടെ ഫോഴ്സ് ഈ മറ്റ് സംസ്ഥാനങ്ങളിൽ പോയി അറസ്റ്റ് ചെയ്യുകയായിരുന്നു എന്നുള്ളതും മറന്നു പോകരുത്. പിന്നീട് ഫാക്ടറികൾ ഉണ്ടായല്ലോ ഇതിൻ്റെയൊക്കെ, അവിടേക്ക് പോയി കോഴിക്കോട് സിറ്റി പോലീസിൻ്റെ നേതൃത്വത്തിൽ എവിടെയാണ് പോയത്? ഡൽഹിയിലും ഹരിയാനയിലും പിന്നെ ഗുരുഗ്രാം എന്നിവിടങ്ങളിൽ പ്രവർത്തിച്ചിരുന്ന രാസലഹരി നിർമ്മാണ യൂണിറ്റ് തന്നെ പോയി പൂട്ടിക്കുന്ന സ്ഥിതിവിശേഷം നമുക്ക് കഴിഞ്ഞ സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നതാണെന്നേ. ഇത് ആരെങ്കിലും അറിഞ്ഞിട്ടുണ്ടോ എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ അവിടെ ഇത്തരം രാസലഹരികൾ വിതരണം ചെയ്യുന്ന ആളുകളെ കണ്ടെത്തി അറസ്റ്റ് ചെയ്യുന്നതിൽ വരെ കാര്യങ്ങൾ എത്തിച്ചേർന്നിട്ടുണ്ട് എന്നുള്ളതും നമ്മൾ മറന്നു പോകരുത്. പിന്നെ അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ബംഗളൂരു, അതോടൊപ്പം തന്നെ ഡൽഹി എന്നിവിടങ്ങളിൽ ഒരു വലിയ മാഫിയ ശൃംഖല ഈ ലഹരിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിനെ കൃത്യമായി കണ്ടെത്തുകയും ആ ശൃംഖലകളെ തകർക്കുകയും ചെയ്യുക എന്ന് പറയുന്ന ഒരു വലിയ ദൗത്യം നമ്മൾ നിർവഹിക്കുകയും ചെയ്തു. അപ്പോൾ അതായത് കേരളത്തിലേക്ക് വലിയ തോതിൽ MDMA പോലെയുള്ള ഈ പറയുന്ന സിന്തറ്റിക് മയക്കുമരുന്നുകൾ എത്തിച്ചിരുന്ന ബംഗളൂരു, ഡൽഹി ഇവിടങ്ങളിലുള്ള, അതോടൊപ്പം തന്നെ ഇവിടെ ഈ പ്രദേശങ്ങളിലൊക്കെ ആഫ്രിക്കയിൽ നിന്നെത്തുന്ന ഒരു വിഭാഗം ആളുകളുടെ ഒളിത്താവളങ്ങൾ കൂടി ഉണ്ടായിരുന്നു. അതൊക്കെ പോലീസ് റെയ്ഡ് ചെയ്യുകയും അതോടൊപ്പം അതൊക്കെ റെയ്ഡ് ചെയ്യുകയും അത് നശിപ്പിച്ചു കളയുകയും ചെയ്തു എന്ന് പറയുന്നതാവും ശരി. പിന്നീട് നോക്കിക്കഴിഞ്ഞാൽ എന്താ ഈ പറയുന്ന ഇത് മാത്രമല്ല, നമ്മുടെ കേരളത്തിലേക്ക് നമ്മൾ ഇന്ന് കാണുന്ന പോലെ പാഴ്സൽ സർവീസുകളിലൂടെ സാധനങ്ങൾ എത്തുന്നുണ്ട്. അതോടെ അന്തർ സംസ്ഥാന ബസ്സുകൾ, കൊറിയർ, ഇതിലൂടെയൊക്കെ നമ്മുടെ കേരളത്തിലേക്ക് സാധനങ്ങൾ നിരവധിയായി എത്തുന്നുണ്ട്. അപ്പോൾ ഇതിനെല്ലാം ഈ പറയുന്ന കൊച്ചി, തിരുവനന്തപുരം തുടങ്ങിയ സ്ഥലങ്ങളിൽ, അതായത് പ്രധാനപ്പെട്ട 2 നഗരങ്ങളുമായി കേന്ദ്രീകരിച്ചുകൊണ്ട് നടത്തിയ പ്രവർത്തനങ്ങളിലൂടെ അതൊക്കെ തടയുകയും പിടികൂടുകയും ചെയ്യുകയുണ്ടായി എന്നുള്ളതും നമ്മൾ മറന്നു പോകരുത്. ഇതൊക്കെ ഓർത്തിരിക്കേണ്ട കാര്യമാണ്. പിന്നീട് ഗോവ, ആന്ധ്രാപ്രദേശ് വഴിയുള്ള ഒരു റൂട്ടുണ്ട്, അതായത് ഇത് മയക്കുമരുന്ന് കടന്നു വരുന്ന വഴികളുണ്ട്. അതൊക്കെ അപ്പോൾ അതായത് കഞ്ചാവ് ഇങ്ങനെ കൃഷി ചെയ്തിട്ട് ഈ പറയുന്ന ആന്ധ്രാപ്രദേശ്, ഒഡീഷ എന്നീ പറയുന്ന സ്ഥലങ്ങളിലെ ഇടനിലക്കാരെ കൃത്യമായി അത് പോലീസ് തിരിച്ചറിഞ്ഞു. അപ്പോൾ ഗോവ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ച് കൊണ്ടിരുന്ന വൻകിട ഈ ഹാഷിഷ് ഓയിൽ, അങ്ങനെ LSD എന്നീ വിതരണക്കാരെയൊക്കെ കണ്ടുപിടിക്കാനും ഒക്കെ കഴിഞ്ഞു. അപ്പം ഈ കഴിഞ്ഞു പോയ സർക്കാർ വെറുതെ ഇരിക്കുകയായിരുന്നില്ല ഈ പറയുന്ന ലഹരിക്കെതിരെ. അല്ലെ, ലഹരി അവിടെ വ്യാപിച്ചോട്ടെ, ഞങ്ങൾ ഇങ്ങനെ ഇരുന്നോളാം എന്ന് പറയുന്ന ഒരു തീർത്തും നിസ്സംഗമായ ഒരു സമീപനമായിരുന്നില്ല കഴിഞ്ഞ സർക്കാർ പുലർത്തിയിരുന്നത്. അത് ഈ കമന്റ് ഇടുന്ന രമേശ് ചെന്നിത്തല ചെയ്തുകൊണ്ടിരിക്കുന്ന നല്ല പ്രവൃത്തി തന്നെയാണ്. അതിനെ ഒരുപാട് അങ്ങ് വാഴ്ത്തിപ്പാടുകയും കഴിഞ്ഞുപോയ സർക്കാർ ലഹരിക്ക് മിണ്ടാതെ പഞ്ചപുച്ഛമടക്കി ലഹരിക്കാരെ കൊടുക്കുന്ന കാശും കൊണ്ട് ജീവിക്കുകയായിരുന്നു എന്ന് പറയുന്ന ഒരു മഠയത്തരത്തിലെ കാര്യം പോകാതിരിക്കാൻ വേണ്ടിയാണ് പറയുന്നത്. അപ്പോൾ കഴിഞ്ഞ സർക്കാർ ചെയ്തു വെച്ചിട്ടുണ്ട് ഇന്ന കാര്യങ്ങൾ ചെയ്തു വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ പറയുന്ന ആന്ധ്രാപ്രദേശ് നിന്ന് ഗോവ വഴിയുള്ള ആ റൂട്ട്, അപ്പോൾ ഈ കൃത്യമായ ഒരു മാപ്പിംഗ് നടത്തി വെച്ചിരിക്കുകയാണ്. ഇനി ആ വഴി പോയാൽ മതി. അപ്പോൾ കൃത്യമായ ഒരു റൂട്ട് ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ് കഴിഞ്ഞു പോയ സർക്കാർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് അതുവഴി നേരെ ഇനി യാത്ര ചെയ്താൽ, അത് വഴി വെട്ടി വെച്ചിട്ടുണ്ട്, ആ വഴിയിലൂടെ യാത്ര ചെയ്താൽ മതി ഇനി രമേശ് ചെന്നിത്തലയെ സംബന്ധിച്ചിടത്തോളം. അതെല്ലാ മേഖലയിലും നമുക്ക് കാണാൻ കഴിയും കേട്ടോ. ആരോഗ്യ മേഖലയിൽ റൂട്ടുകളെല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, അതിൽ കയറി ഇരുന്ന് കോർഡിനേറ്റ് ചെയ്താൽ മതി എന്ന് പറയുന്നൊരു അവസ്ഥയുണ്ടല്ലോ. അപ്പോൾ അതെല്ലാം ചെയ്തു വെച്ചിട്ടുണ്ട്. അതുതന്നെയാണ് കഴിഞ്ഞുപോയ സർക്കാർ നാർക്കോട്ടിക് അല്ലെങ്കിൽ മയക്കുമരുന്നുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിലും ചെയ്തു വെച്ചിരിക്കുന്നത് എന്ന് പറയുന്നു. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അല്ല രമേശ് ചെന്നിത്തല ചെയ്യുന്ന മോശപ്പെട്ട പ്രവൃത്തിയാണ് എന്നല്ല പറയുന്നത്. പക്ഷേ കഴിഞ്ഞുപോയ സർക്കാർ ചെയ്തതിനെ നമ്മൾ മറന്നു പോകാൻ പാടില്ല. ഡി ഹണ്ടിനെ കുറിച്ചും യോദ്ധാവിനെ കുറിച്ചും ഒക്കെ നമ്മൾ അല്പം ഒന്ന് ഓർക്കുന്നതും നല്ലതാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.